എല്ലാരും പറയും വെബ്സൈറ്റ് ഹൈ ക്വാളിറ്റി ഇമേജസ് യൂസ് ചെയ്യുക. എന്നാൽ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യാന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഇന്നത് പറഞ്ഞുതരാം. മിക്കവരും ചെയ്യുന്ന കാര്യം വെബ്സൈറ്റ് സ്ലോ ആകുമ്പോഴത്തേക്കിനും സെർവർ നോട്ടിഫിക്കേഷൻ കാണിക്കും. സ്ലോ ആയി അപ്ഗ്രേഡ് പ്ലാൻ. അപ്പൊ നിങ്ങൾ പൈസ ചെലവാക്കും. ഞാൻ പറയുന്ന ഈ ഒരു 3 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൈസയും ചെലവാക്കണം. നിങ്ങളുടെ വെബ്സൈറ്റ് ഫാസ്റ്റ് ആയിട്ട് റണ്ണും ചെയ്യും. കാന്താരിയുടെ ഈ ഒരു വെബ്സൈറ്റിൽ ഈ 102 ഇമേജസ് ലോഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു. ഈ ടൈനി PNG എന്ന് പറയുന്ന ഈ ഒരു ഫ്രീ ടൂളിൽ ഇട്ട് ഒപ്റ്റിമൈസ് ചെയ്തിടും. അപ്പൊ നിങ്ങൾക്ക് അധികം ക്വാളിറ്റി പോകാതെ തന്നെ ചെറിയ ഫയൽ സൈസിൽ ഈ ഇമേജ് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ലേസി ലോഡിംഗ് ആണ് ചെയ്യേണ്ടത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മൊബൈലിൽ ഒരാൾ നമ്മുടെ വെബ്സൈറ്റ് കാണുമെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്ന് ഈ ഒരു ഇമേജിൽ എത്തുമ്പോൾ മാത്രമേ ഈ ഇമേജിനെ നമ്മൾ സെർവറിൽ നിന്ന് വലിച്ചെടുക്കത്തുള്ളൂ. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് യൂസ് ചെയ്യുക. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ കാനഡയിലുള്ള ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുന്ന റിക്വസ്റ്റ് കാനഡയിൽ നിന്ന് ഇന്ത്യ വരെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരെ കാനഡയിൽ നിന്ന് ഫെച്ച് ചെയ്താൽ മതി. അപ്പൊ അത് ക്വിക്ക് ആയിട്ട് ലോഡ് ചെയ്യും. ഇനി കാന്താരി വെബ്സൈറ്റിലുള്ള 102 ഇമേജസ് എങ്ങനെയാ ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് കൂടുതലും ഏത് നെറ്റ്വർക്കിലായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാമെന്ന് മനസ്സിലാക്കും. ഇതിപ്പോ നയഗ്ര ഫോൾസ് ആയതുകൊണ്ട് അവിടെ റേഞ്ചിനൊക്കെ ഇച്ചിരി ഇഷ്യൂസ് ഉള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇതാണ് ഫോളോ ചെയ്തത്. ഞങ്ങൾ ഒരു എക്സാമ്പിൾ സ്ലോ നെറ്റ്വർക്ക് ആയിട്ട് ഒരു 2 MB/സെക്കൻഡിലാണ് ലോഡ് ചെയ്യുന്നതെന്ന് വെക്കുക. ഒരു വെബ്സൈറ്റ് എന്താണെങ്കിലും ഒരു 2 to 3 സെക്കൻഡിൽ ലോഡ് ചെയ്യണം, അല്ലെ കസ്റ്റമർ ഇട്ടിട്ട് പോകും. അതായത് മാക്സിമം നമുക്ക് 0.5 MB ആണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൊത്തം 102 ഇമേജസ് ഉണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 5 KB/ഇമേജ് ആവും. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. നമുക്കിത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആക്കാൻ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് 1, 2 and 3 ഫോളോ ചെയ്ത് ഒരു 20 to 30 ഇമേജസ് ഇനീഷ്യലി ലോഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ലേസി ലോഡ് ചെയ്യും. പിന്നെ CDN ഉപയോഗിച്ചപ്പോൾ US ട്രാഫിക്കിലുള്ളവർക്ക് US നിന്ന് ലോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇനി നാളെ ഈ ഒരു പേജ് എങ്ങനെ ഞങ്ങൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തതെന്ന് കാണിച്ചു തരാം.